ഹേ ഗായ്സ്, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. പുതിയൊരു വീഡിയോയിലേക്കും പുതിയൊരു വർഷത്തിലേക്കും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ നമ്മുടെ ഈ പുതിയ വർഷത്തെ ആദ്യത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഈ ഒരു ചേഞ്ചസും കാണുന്നുണ്ടായിരിക്കും. പഴയ വീഡിയോയിൽ നിന്ന് നമ്മളെ ലൈറ്റിങ്ങിൽ നമ്മൾ ചെറിയൊരു വ്യത്യാസങ്ങൾ നമ്മൾ വരുത്തിയിട്ടുണ്ട്. വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് തന്നെ നല്ല ലൈറ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ലൈറ്റിങ്ങിൽ ഞാൻ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പുതിയൊരു DIY സ്റ്റുഡിയോ ലൈറ്റ് ഞാൻ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഒരു 500 രൂപയോ താഴെ ചിലവ് വരുന്ന ഒരു സ്റ്റുഡിയോ ലൈറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ലഭിക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്റ്റുഡിയോ ലൈറ്റ് ആണ്. ഇതിന് ഡിഫ്യൂസർ അതുപോലെ തന്നെ വിത്ത് ഗ്രിഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഗ്രിഡിന്റെ യൂസ് എന്ന് പറയുന്നത് നമ്മൾ കറക്റ്റ് ഉള്ള സബ്ജക്റ്റിലേക്ക് കറക്റ്റ് ലൈറ്റ് ഒത്തിരി പരന്നു പോകാതെ കിട്ടാൻ വേണ്ടിയാണ് ഗ്രിഡ് യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഗ്രിഡ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ അതൊക്കെ എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളതും ഇതിന്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്, ഇതിന് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് എന്നൊക്കെ ഉള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. വീഡിയോ ക്രിയേറ്റേഴ്സിന് അങ്ങനെയൊക്കെയുള്ള ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ല ലൈറ്റിംഗ് കണ്ടീഷനൊക്കെ നമ്മൾ പറ്റുന്ന രീതിയിൽ നമുക്ക് അഫോർഡ് ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലൈറ്റ് ആണ്. സോ വീഡിയോ ഇഷ്ടപ്പെടുന്നത് ലൈക്ക് അടിച്ചേക്കുക. റെഡി? ലെറ്റ്സ് റോൾ. അപ്പോൾ നമ്മുടെ പണി നമ്മളിവിടെ തുടങ്ങാൻ പോവുകയാണ്. സ്റ്റുഡിയോ ലൈറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു രൂപം എന്ന് പറയുന്നത് ഒരു കുടയുടെ ആ ഒരു ആകൃതിയാണ്. നമുക്ക് ആ ഒരു ഷേപ്പിലൊരു സാധനം കിട്ടിയിട്ടുണ്ട്. നമ്മൾ അടുക്കളയിലൊക്കെ പാത്രം കഴുകിയിട്ട് ഉണങ്ങാനായിട്ടൊക്കെ വെക്കുന്ന ഒരു തരം ഗ്രില്ലുണ്ടല്ലോ, ആ സാധനമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് പഴകിയ ഒരു സംഭവമാണ്, ഉപയോഗമില്ലാത്തൊരു സാധനമാണ്. ഇതിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ഹെക്സഗൺ ആകൃതിയിൽ, അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു സ്റ്റുഡിയോ ലൈറ്റിൻ്റെ ആ ഒരു ലുക്കിൽ നമുക്കിത് കിട്ടും. അതുകൊണ്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് കാർഡ്ബോർഡിൻ്റെ പീസാണ്. ഇത് നമുക്ക് TV അതുപോലെ തന്നെ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനൊക്കെ വാങ്ങുമ്പോഴത്തേക്ക് അതിനകത്ത് സേഫ്റ്റിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു തരം കാർഡ്ബോർഡാണ്. ഇതാകുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തോ നമുക്ക് ഏത് ഷേപ്പിലാണോ നമുക്ക് കട്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തരം കാർഡ്ബോർഡാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു കമ്പി എടുത്തിട്ടുണ്ട്. ഒരു തരം വെയ്റ്റ്ലെസ് ആയിട്ടൊരു കമ്പിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ കമ്പി ഞാൻ മുകളിലായിട്ട് വെച്ചിട്ട് L ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ബെൻഡ് ചെയ്തിരിക്കുന്ന കമ്പിയുടെ നീളമുള്ള ഭാഗം നമുക്ക് ഇതിന് നടുക്ക് കൂടി നമുക്ക് താഴോട്ട് ഇങ്ങനെ ഇറക്കി വെക്കാം. ഈ ഒരു ഗ്രില്ലായതുകൊണ്ട് നമുക്ക് ഈ കമ്പി ഇറക്കി വെക്കാനായിട്ട് വളരെയധികം എളുപ്പമാണ്. സോ ഇങ്ങനെ നമുക്ക് ഈ ഒരു കമ്പി ഇറക്കി വെച്ചതിന് ശേഷം ഇത് ജസ്റ്റ് നമുക്കൊന്ന് കണക്ട് ചെയ്ത് വെക്കാം. അത് കണക്ട് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ഈ കാണുന്ന പോലെ ഞാൻ കുറച്ച് ഇരുമ്പിൻ്റെ കമ്പി ഉപയോഗിച്ച് തന്നെ ഞാൻ അതിനെ കെട്ടി വെച്ചിട്ടുണ്ട്. കറക്റ്റ് നല്ല ബലത്തിൽ ഇളകി പോകാത്ത രീതിയിൽ ഒരു സ്റ്റാൻഡ് പോലെ നമുക്കിതുപോലെ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. അടുത്തായിട്ട് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് നമ്മുടെ പഴയ കാണിച്ച ആ ഒരു കാർഡ്ബോർഡിനെ ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സോ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഈ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള കാർഡ്ബോർഡിനെ ഒരു തരത്തിൽ രണ്ട് സൈഡും ചെറിയ രീതിയിൽ ചരിച്ച് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചരിച്ച് കട്ട് ചെയ്യാൻ കാരണം നമ്മുടെ ആ ഒരു ഗ്രില്ലിനകത്തേക്ക് വെക്കുമ്പോൾ അതൊരു ചരിഞ്ഞ ഒരു സാധനം ആയതുകൊണ്ട് ആ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചരിച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ നമ്മൾ ഓരോ വശത്തേക്കുള്ളത് നമുക്ക് ഇതുപോലെ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ചതിന് ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കണം. ഇങ്ങനെ മടക്കി കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് രണ്ട് വശം ഏകദേശം ഒന്ന് മറിഞ്ഞും കിട്ടും. അതുപോലെ തന്നെ നല്ലൊരു ലോക്കായിട്ട് നമുക്കത് അവിടെ ഇരിക്കും. അതിനുശേഷം നമ്മളിതിങ്ങനെ വെച്ചിട്ട് അതിനൊന്ന് ഡബിൾ സൈഡ് ടേപ്പോ അല്ലെങ്കിൽ നമ്മുടെ മാസ്കിംഗ് ടേപ്പോ ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കാം. സോ നമ്മൾ എല്ലാ വശങ്ങളും ഇതുപോലെ 6 വശങ്ങളും മാസ്കിംഗ് ടേപ്പും ഇതുപോലെ തന്നെ കാർഡ്ബോർഡും വെച്ച് ഞാൻ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പുറത്ത് കമ്പികളൊക്കെ കാണുന്ന അല്ലെങ്കിൽ ആ ഗ്രില്ല് കാണുന്ന വശങ്ങളെല്ലാം ഞാൻ ഒന്ന് കാർഡ്ബോർഡ് യൂസ് ചെയ്ത് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇതിൻ്റെ മെയിൻ പണിയൊക്കെ ഏകദേശം തീർന്നു വരികയാണ്. അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ലൈറ്റിന് റിഫ്ലക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു തരം ഒരു സംഭവം ഉണ്ടാക്കണം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് അലുമിനിയം ഫോയിലാണ്. സോ ഈ അലുമിനിയം ഫോയിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റിഫ്ലക്റ്റർ ഉണ്ടാക്കാനായിട്ട് പറ്റും. സോ ഞാൻ എല്ലായിടത്തും ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് എല്ലാ വശത്തും അതിൻ്റെ അളവിൽ കട്ട് ചെയ്ത് ഇവിടെ നമ്മൾ അലുമിനിയം ഫോയിലെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ബൾബിലുള്ള വെളിച്ചം എല്ലാം കറക്റ്റ് നല്ല റിഫ്ലക്റ്റ് ചെയ്ത് നമുക്ക് കിട്ടും. അടുത്തായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു പെയിൻറ്റ് പോണിയുടെ ഒരു അടപ്പാണ്. സോ ഈ അടപ്പിൽ ഞാൻ 4 ഹോൾ എടുത്തിട്ടുണ്ട്. ഈ ഹോൾ എടുത്തിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ കാണുന്ന 4 ഹോൾഡർ നമുക്ക് ഈ ഒരു അടപ്പിലേക്ക് വെച്ച് ഫിറ്റ് ചെയ്തെടുക്കണം. ഇത് ഫിറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ലൈറ്റ് വയ്ക്കാനുള്ള സെറ്റപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. ഇതുപോലെ 4 ഹോളിലേക്കും ആ ഒരു ഹോൾഡർ വെച്ച് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൈറ്റിലേക്കുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് ഓക്കെ ആക്കി എടുക്കാനായിട്ട് പറ്റും. സോ നമ്മുടെ ആ ലൈറ്റും ആ ഹോൾഡറും അവിടെ അടപ്പും ഞാൻ ആ കമ്പിയിലേക്ക് ചേർത്ത് വെച്ച് കെട്ടി വെച്ചിട്ട് 4 വയറിൻ്റെ കണക്ഷനും ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. സോ അകത്തേക്കുള്ള മെയിൻ പണി നമ്മളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തായിട്ട് ഞാൻ ഇവിടെ വീണ്ടും ഹെക്സഗൺ ആകൃതിയിൽ ഒരു ഫ്രെയിം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്.
ഈ ഫ്രെയിം എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഡിഫ്യൂസറിന് വേണ്ടിയുള്ള ഫ്രെയിമാണ്. ഡിഫ്യൂസറിന് വേണ്ടി ഞാനൊരു വൈറ്റ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്, ഒത്തിരി കട്ടിയൊന്നും ഇല്ലാത്ത വൈറ്റ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഈ ക്ലോത്ത് ഞാൻ കറക്റ്റ് ഇതിൻ്റെ പുറത്തേക്ക് വെച്ചിട്ട് ഹെക്സഗൺ ആകൃതിയിൽ തന്നെ കട്ട് ചെയ്ത് അതിലേക്ക് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. സോ കറക്റ്റ് അപ്പോൾ നമുക്ക് നല്ലൊരു സോഫ്റ്റ് ബോക്സിൻ്റെ അല്ലെങ്കിൽ ഒരു ഡിഫ്യൂസർ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഈ ഡിഫ്യൂസർ ഒട്ടിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ചിട്ടാണ് ഞാനത് ഒട്ടിച്ചിരിക്കുന്നത്. കറക്റ്റ് ആ കാർഡ്ബോർഡിൽ ഒട്ടിച്ചിട്ട് തുണി വയ്ക്കുകയാണെങ്കിൽ നന്നായിട്ട് ഒട്ടി അതിൽ പിടിക്കും. സോ നമ്മുടെ ഡിഫ്യൂസർ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതുപോലൊരു സോഫ്റ്റ് ബോക്സ് ആയിട്ട് നമ്മുടെ സ്റ്റുഡിയോ ലൈറ്റ് മാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. സോ ഇതാണ് നമ്മുടെ മെയിൻ പണി എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമ്മുടെ ബ്ലാക്ക് കളർ ചാർട്ടിൻ്റെ പരിപാടിയാണ്. 2 ബ്ലാക്ക് കളർ ചാർട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അതിന് 4 സെൻറ്റിമീറ്റർ വീതിയും അതുപോലെ തന്നെ നീളവും വെച്ച് ഞാൻ കീറി എടുത്തിട്ടുണ്ട്. ഈ കീറി എടുത്ത് എന്തിനാണെന്ന് ചോദിച്ചാൽ അത് കഴിഞ്ഞിട്ട് അതിൽ ഞാൻ 6 ആഗി രീതിയിൽ ഒന്ന് മടക്കിയും കൂടി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ മടക്കി എടുത്തിരിക്കുന്ന ഈ ഒരു ചാർട്ട് പേപ്പർ നമുക്ക് കൂട്ടിച്ചേർത്ത് ഒന്ന് ഒട്ടിച്ചെടുക്കണം. അതെങ്ങനെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഇതിൻ്റെ ഒരു മടക്ക് വന്നിരിക്കുന്ന ആ ഒരു കറക്റ്റ് ഭാഗത്ത് എടുത്ത് വെച്ചിട്ട് അതിന് രണ്ടിനും ചേർത്ത് വെച്ച് നോക്കുക. അപ്പോൾ കറക്റ്റ് ഒരു സ്ക്വയറോ അല്ലെങ്കിൽ ഒരു ത്രികോണം പോലെ ഒരു ഭാഗം നമുക്ക് കിട്ടുമ്പോൾ അവിടെ വെച്ചിട്ട് നമുക്കിതിനൊന്ന് ഒട്ടിച്ചെടുക്കാനായിട്ട് നോക്കാം. സോ ഞാനിവിടെ എടുക്കുന്നത് ബ്ലാക്ക് കളർ ടേപ്പ് ഉപയോഗിച്ചിട്ട് ഞാനിതെല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. സോ ആദ്യത്തെ ഒരു ഭാഗം ഒട്ടിക്കുമ്പോൾ തന്നെ നമുക്കിത് ഇതുപോലൊരു ത്രികോണം പോലൊരു ഭാഗം കിട്ടും. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ തൊട്ട് താഴെ നോക്കുമ്പോഴത്തേക്ക് വീണ്ടും ഒരു ഭാഗം കാണും. അവിടെ നമ്മൾ ഇതുപോലെ തന്നെ ടേപ്പ് യൂസ് ചെയ്തിട്ട് അവിടെയും ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ചെറിയൊരു കോളം പോലെ അല്ലെങ്കിൽ ചെറിയൊരു ബോക്സ് പോലെ നമുക്കത് രൂപപ്പെടുന്നത് കാണാൻ പറ്റും. സോ അത് കഴിഞ്ഞ് ഇതുപോലെ തന്നെ നീളത്തിനെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നീളത്തിന് ഒട്ടിച്ചെടുത്ത് 2 ചേർത്ത് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഗ്രിഡ് നമ്മൾ ഇവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഈ ഒരു ഗ്രിഡിൻ്റെ യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ലൈറ്റ് കറക്റ്റ് ഷാർപ്പായിട്ട് നല്ലൊരു വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ ഗ്രിഡിൻ്റെ യൂസ് എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമ്മുടെ ഗ്രിഡിന് നമ്മുടെ ഹെക്സഗൺ രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഡിഫ്യൂസറിൻ്റെ മുകളിൽ വെച്ചിട്ട് കറക്റ്റ് ഷേപ്പാക്കി എടുക്കുക. കറക്റ്റ് ഹെക്സഗൺ ഷേപ്പിൽ തന്നെ നമുക്ക് ഗ്രിഡിനെ ഒന്ന് മോഡിഫൈ ചെയ്തെടുക്കാനായിട്ടുണ്ട്. സോ മോഡിഫൈ ചെയ്തതിന് ശേഷം ഗ്രിഡിന് വേണ്ടി ഞാനൊരു ഫ്രെയിം ഉണ്ടാക്കിയിട്ടുണ്ട് കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തിട്ട്. സോ ആ ഒരു കാർഡ്ബോർഡ് പീസിൻ്റെ ആ ഒരു ബോർഡറിൻ്റെ പുറത്ത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഗ്രിഡിനെ മൊത്തം ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇപ്പോൾ ഞാനിവിടെ എല്ലാ ഗ്രിഡിനെയെല്ലാം ഞാനിപ്പോൾ കറക്റ്റ് ആ ഒരു ഫ്രെയിമിലേക്ക് ചേർത്ത് വെച്ചൊന്ന് ഒട്ടിച്ചിട്ടുണ്ട്. ഈ ഒട്ടിച്ചിരിക്കുന്ന ഈ ഒരു ഗ്രിഡിനെ നമുക്കിനി നമ്മുടെ സ്റ്റുഡിയോ ലൈറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു അംബ്രല്ലയുടെ പുറത്തേക്ക് വെച്ച് നോക്കാം. അപ്പോഴത്തേക്ക് നമുക്കത് ഏകദേശം ഈ ഒരു ലുക്കിലായിരിക്കും നമ്മുടെ ആ ഒരു അംബ്രല്ല നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ പണിയൊക്കെ തീർന്നു വരികയാണ്. ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ലൈറ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാനാണ്. ഇപ്പോൾ ഞാൻ 2 ലൈറ്റ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. സോ ലൈറ്റ് യൂസ് ചെയ്ത് കത്തിച്ച് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും നല്ല പ്രകാശം. കറക്റ്റ് ആ ഒരു അലുമിനിയം ഫോയിലിൽ നിന്നൊക്കെ നല്ല വെളിച്ചം നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഒരു വെട്ടം എങ്ങനെയാണ് എൻ്റെ റൂമിനകത്തേക്ക് എങ്ങനെയാണ് ഇപ്പോൾ പ്രകാശിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. ഭയങ്കര ഒരു വെട്ടമായിട്ടാണ് റൂമിനകത്ത് മൊത്തം ആ ചുമരിലൊക്കെ നല്ല വെട്ടം അടിക്കുന്നുണ്ട്. സോ ഈ ഒരു വെട്ടത്തിൻ്റെ ആ ഒരു ശക്തി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഡിഫ്യൂസറും ഗ്രിഡും ഉണ്ടാക്കിയിരിക്കുന്നത്. ഡിഫ്യൂസർ ഗ്രിഡും വെക്കുമ്പോൾ ആ ഒരു ലൈറ്റിന് കുറച്ച് സോഫ്റ്റ് സ്വഭാവമാവും. അതുപോലെ തന്നെ നല്ല ഷാർപ്പായിട്ട് ഒരു പോയിന്റിലേക്ക് മാത്രം നമ്മൾ ലൈറ്റ് വരുന്നതായിട്ട് കാണാൻ പറ്റും. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും എൻ്റെ കയ്യിൽ കറക്റ്റ് ആ കയ്യുടെ അടുത്ത് മാത്രം ലൈറ്റ് നല്ല രീതിയിൽ ഷാർപ്പായിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. സോ അത് കഴിഞ്ഞ് നമ്മുടെ സ്റ്റുഡിയോ ലൈറ്റിൻ്റെ മൊത്തത്തിലുള്ളൊരു കവറിങ്ങിൽ ഞാനായിട്ട് ഒരു ബ്ലാക്ക് കളർ ചാർട്ട് പേപ്പർ യൂസ് ചെയ്ത് എല്ലായിടത്തും കവർ ചെയ്തിട്ട് അതിനൊരു വൃത്തി മെനയൊക്കെ വരാൻ വേണ്ടി അത് യൂസ് ചെയ്ത് ഒട്ടിച്ചിരിക്കുകയാണ്. സോ അതിനുശേഷം നമ്മുടെ ഡിഫ്യൂസറൊക്കെ ഞാൻ ഇതുപോലെ ഇതിൻ്റെ പുറത്തൊരു ബാക്ക്ഗ്രൗണ്ട് അതിൻ്റെ ഒരു ബോർഡർ ബ്ലാക്ക് കളർ കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് ഒട്ടിച്ചിരിക്കുന്നത് പറഞ്ഞാൽ ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ചാണ് എല്ലാ സൈഡും ഒട്ടിച്ചിരിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കി മാറ്റാം, വേണമെങ്കിൽ ഒട്ടിച്ച് വെക്കാം, അങ്ങനെ രീതിയിൽ ഞാൻ വെച്ചിരിക്കുന്നത്. സോ അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഇതിന് പുറത്തേക്കാണ് നമ്മുടെ ഗ്രിഡ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ 2 പീസായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇത് നമുക്കൊരു ഇതുപോലത്തെ ക്ലിപ്പ് ഉപയോഗിച്ചോ മറ്റെന്തെങ്കിലും ഉപയോഗിച്ച് നമുക്കിതുപോലെ ഒന്ന് അതിനെ അറ്റാച്ച് ചെയ്ത് വയ്ക്കാനായിട്ട് പറ്റും. അടുത്ത് നിങ്ങൾ ചോദ്യം എന്ന് പറയുന്നത് എങ്ങനെ ഇതിനെ സ്റ്റാൻഡ് ചെയ്ത് വയ്ക്കും എന്നുള്ളതാണ്. ഇത് നമ്മുടെ സാധാരണ ക്രിസ്മസ് ട്രീയിലേക്ക് ഒരു സ്റ്റാൻഡാണ്, പഴയ ക്രിസ്മസ് ട്രീയുടെ സ്റ്റാൻഡാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇത് വെച്ചിട്ടാണ് നമ്മുടെ ലൈറ്റിൻ്റെ സ്റ്റാൻഡ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ സ്റ്റുഡിയോ ലൈറ്റിൻ്റെ മേക്കിംഗ് എന്ന് പറയുന്നത്.
ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ സ്റ്റുഡിയോ ലൈറ്റിന്റെ സ്റ്റെപ്പുകളും എങ്ങനെ ഉണ്ടാക്കുന്നു എന്നൊക്കെ ഉള്ളതിന്റെ രീതി എന്ന് പറയുന്നത് ഇത്രയൊക്കെയാണ് നമ്മുടെ സംഭവം എന്ന് പറയുന്നത്. നമുക്ക് ഒത്തിരി ചെലവില്ലാതെ ഒരു 500 രൂപ താഴെയൊക്കെ വരുന്ന രീതിയിൽ നമ്മുടെ വീട്ടിൽ തന്നെ ലഭിക്കുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു സ്റ്റുഡിയോ ലൈറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്വന്തം കൈകളിൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒരു നല്ല രീതിയിൽ ഒരു ക്വാളിറ്റി കൊണ്ടുവരാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമാണ്. സോ എനിക്ക് പഴയതിനേക്കാൾ കുറച്ചുകൂടി ക്വാളിറ്റി കിട്ടി അല്ലെങ്കിൽ ആ ലൈറ്റ് ഉപയോഗപ്പെട്ടു എന്ന് തോന്നിയുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വീഡിയോ ക്രിയേറ്റേഴ്സ് ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും സിറ്റ് ആൻഡ് ടോക്ക് പോലെയുള്ള വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്നവർക്ക്, യൂട്യൂബിലാണെങ്കിൽ മറ്റെന്ത് ആവശ്യത്തിനാണ് യൂസ് ചെയ്യുന്നവർക്ക് ഇതുപോലെ ലൈറ്റ് ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റി കുറച്ചുകൂടി മെച്ചപ്പെടും. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു സ്റ്റുഡിയോ ലൈറ്റ്. ഒത്തിരി വലിയ സെറ്റപ്പ് ഒന്നും അല്ല എങ്കിലും നമുക്ക് നോർമൽ ഒരു സ്റ്റുഡിയോ ലൈറ്റ് അല്ലെങ്കിൽ ഒരു അംബ്രലയും അതിന്റെ ഗ്രിഡും ഡിഫ്യൂസറൊക്കെ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കി നോക്കുക. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശവും കമന്റായിട്ട് എഴുതുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് എത്രയും വേഗം കാണാം. അതുവരെ ഗുഡ് ബൈ, ഹാപ്പി ന്യൂ ഇയർ.